ഇന്ന് ഇപ്പൊ ജൂൺ 15 KSRTC ഓർഡിനറി ബസ്സുകൾക്ക് സ്ത്രീകൾക്ക് എല്ലാവർക്കും സൗജന്യം പറഞ്ഞു. അത് ഞാൻ കേട്ടില്ല, അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള അഭിപ്രായം, സ്ത്രീയും പുരുഷനും രണ്ടും തുല്യരാണ്. പുരുഷന്മാർക്കും ബസ് കൊടുക്കണം, അതാണ് എൻ്റെ അഭിപ്രായം. അതും കുറച്ച് പ്രായം എന്നാണ് ഇപ്പം ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതാണ്. ഇപ്പൊ വലിയ പ്രായമൊന്നും വേണ്ട മോനെ, നമ്മളൊക്കെ ഇപ്പൊ തന്നെ പ്രായമായി. ഏത് നിമിഷം നമ്മുടെയൊക്കെ അവസ്ഥ ഭയങ്കര ഭീകര. പണ്ടത്തെ പോലെ നമ്മൾ 80 വയസ്സിരിക്കും, ഞാൻ 90 വയസ്സിരിക്കുന്നുള്ള വിചാരം ആർക്കും ഇല്ല. അപ്പം നമ്മളുള്ള സമയം നല്ലപോലെ ജീവിക്കുന്ന സമയത്ത് വയ്യാതെ കുറച്ച് ബുദ്ധിമുട്ടും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ബസ് സർവീസ് കൂടുതൽ കൊടുത്ത് KSRTC ബസ്സിന് നഷ്ടമില്ലാത്ത രീതിയിൽ വേറെ ബസ്സുകളൊക്കെ ഇറക്കി ഇതിനു വേണ്ടി മാത്രം ഫ്രീ ബസ് ഇറക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇപ്പൊ പുറകിൽ വീണ്ടും പുകയിൽ വരാൻ തുടങ്ങുന്നുണ്ട്. പ്രൈവറ്റ് ബസ്സുകാർ ഇപ്പൊ സമരം തുടങ്ങി. കണ്ടോ, വേറെ പോഷൻസിൽ മെൻസ് അസോസിയേഷൻ പറയുന്നു 70-50 വയസ്സുള്ള പുരുഷന്മാർക്ക് ആരോഗ്യസ്ഥിതി മോശമായ പുരുഷന്മാർക്ക് പോലും കൊടുക്കുന്നില്ല, പിന്നെ വിദ്യാർത്ഥികൾക്ക് പോലും കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞത് രണ്ടും കൊടുക്കണം. ഞാനിപ്പോൾ നിങ്ങൾ പുരുഷ കമ്മീഷൻ വരാൻ വേണ്ടി മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അതിപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയെ കാണാനായിട്ട് പോകുന്നുണ്ട്. പുരുഷ കമ്മീഷൻ വരണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. ഇതിനകത്തൊക്കെ നിങ്ങൾക്കിത് പറയാം, നമുക്കിത് പറയാന്നേ. വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും കൊടുക്കണം. അവരൊക്കെ കഷ്ടപ്പെട്ടാണ് ബസ് വിളിച്ചും ഓട്ടോ വിളിച്ചും അവരൊക്കെ പോണത്. ഇതൊക്കെ ഞാൻ പറയട്ടെ, ഒന്നും കയറി ഇരുന്നിട്ടല്ലേ സീറ്റിലേക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്തു തരാൻ പറ്റുമോ? 1 by 1 ചെയ്തു തരും. സ്ത്രീകൾ പറഞ്ഞൊരു പ്രയോറിറ്റി അവർക്കാണ്. കൊടുത്ത വാർത്താ സമ്മേളനത്തിന് VD സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പുരുഷന്മാർക്ക് കൊടുക്കാൻ സാധ്യത ഇല്ല എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. പുരുഷന്മാരൊക്കെ ഉണ്ടല്ലോ, കുറെ പ്രതിനിധികൾ പോയി അദ്ദേഹത്തിനോട് പറയൂ. അദ്ദേഹത്തിനോട് പറഞ്ഞ അദ്ദേഹം കേൾക്കുന്ന ഞങ്ങളെക്കാൾ വിലയുള്ള വാക്കുകളാണ്. ഞാൻ പോകാം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോകാൻ തയ്യാറാണ്. ഞാൻ പോയി ചോദിക്കാം, എന്താ പ്രശ്നം? മുഖ്യമന്ത്രി സാറേ, കുറേ പുരുഷന്മാരെ എന്നോട് പറയുന്നുണ്ട്, എന്തെങ്കിലും അവർക്കും കൂടെ വേണ്ടി ചെയ്യാൻ ചോദിക്കണം, എന്താ തെറ്റ്? ഞാൻ പോകാൻ നിങ്ങൾക്ക് വേണ്ടി. അതുപോലെ എന്നെക്കൊണ്ട് എന്ത് സഹായം നിങ്ങളുടെ കൂടെ എപ്പോഴും ഞാനുണ്ടാവും. അന്ന് വെച്ച് പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകളുടെ കൂടെ ഞാനുണ്ട്. അവർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല. ഞാൻ ആരുമല്ല, ഞാൻ നിങ്ങളിൽ പെടുന്ന സാധാരണ ഒരു സ്ത്രീയാണ്. എനിക്ക് പുതുമയൊന്നുമില്ല, സാധാരണ ഒരു സ്ത്രീയാണ് ഞാൻ. എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യും. ഇലക്ഷൻ പ്രചരണ സമയത്ത് വാക്ക് പറഞ്ഞു പോയി, അതുകൊണ്ട് ജസ്റ്റ് നടപ്പിലാക്കുന്ന അങ്ങനെ രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. എല്ലാ സ്ത്രീകൾക്കും എന്താണ് KSRTC സൗജന്യ യാത്ര. ഏത് KSRTC എന്ന് പറഞ്ഞിട്ടില്ല ആ സമയത്ത്. ഇപ്പോഴാണ് ഈ അടുത്താണ് ഓർഡിനറി KSRTC. ഓർഡിനറി എല്ലാ ജില്ലകളിലും അവൈലബിളും അല്ല. ഞാൻ പറയട്ടെ, 3125 ബസ്സുകളിൽ സൗജന്യമാണ്. ശരി, ഞാൻ ഒരു കാര്യം പറയട്ടെ, തുടക്കമല്ലേ? നമുക്ക് പോകെ കുറെ ബസ്സുകളൊക്കെ ഇറക്കിയിട്ടൊക്കെ കാറ്റഗറി തിരിച്ച് കൊടുക്കാം. ഞാനല്ല കൊടുക്കണത്, നമുക്ക് ആവശ്യപ്പെടാം മുഖ്യമന്ത്രിയോട്. നിങ്ങളൊക്കെ കൂടെ ആവശ്യപ്പെടൂ, അദ്ദേഹം കേൾക്കും. എവിടെയെങ്കിലൊക്കെ വരുമ്പോൾ പോയി നിങ്ങളൊക്കെ പറയണം, എന്നെ കൊണ്ട് പറയണോ? നിങ്ങളെല്ലാവരും പറയാം, ഞാൻ പോകാം, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അതിന്. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി നല്ലത് കിട്ടി, എനിക്കെന്താ പ്രശ്നം? എൻ്റെ ഉണ്ട്, എൻ്റെ അച്ഛനുണ്ട്, എനിക്ക് മോനുണ്ട്, ഇവർക്കൊക്കെ ബസ്സൊക്കെ വേണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ചെന്നാൽ പോലെ. ചേച്ചി, അതുപോലെ തന്നെ ഓപ്പറേഷൻ തുഫാൻ വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് മുന്നേറട്ടെ. എന്താ കുഴപ്പം? ഇതൊക്കെ കുറേയൊക്കെ ഒന്ന് അടങ്ങട്ടെ, കുട്ടികളൊക്കെ ഒന്ന് രക്ഷപ്പെടട്ടെ, വലിയ ആൾക്കാരൊക്കെ ഒന്ന് രക്ഷപ്പെടട്ടെ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ഇതുപോലെ തന്നെ മുന്നോട്ട് നല്ല രീതിയിൽ പോയി പെട്ടെന്ന് അങ്ങ് തീർക്കാതെ എല്ലാം നല്ല രീതിയിൽ പോയാൽ നമ്മുടെ കേരളം നല്ല രീതിയിൽ തന്നെ രക്ഷപ്പെടും. ഈ ഓപ്പറേഷൻ തൂഫാനെ വേണ്ടി 2 വാക്ക് സിനിമയിലാണ് കൂടുതലായിട്ട് വാർത്തകൾ വരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? സിനിമയിൽ കുറച്ച് സെലിബ്രിറ്റി ആൾക്കാർ അറിയുന്നുണ്ടെന്നാണ്. അല്ലാതെ സിനിമാക്കാർ മുഴുവൻ ഇത് മാത്രം കഴിച്ചു നിൽക്കാനുള്ള ചിന്താഗതിയില്ല. എല്ലായിടത്തും ഉണ്ട് ഇത്. രാത്രി നിങ്ങൾ കുറച്ച് ഞാൻ രാത്രി പുറത്തിറങ്ങാറുണ്ട്, DJക്കും പോകാറുണ്ട്, എല്ലാം നോക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ പറയണത്, ഇത് എല്ലാവരിലും നിൽക്കട്ടെ. നിങ്ങൾ കുടുംബം, നമ്മുടെ കുടുംബത്തിലുള്ള മക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും, ജോലി ചെയ്യാൻ വേണ്ടി പുറത്തുനിന്ന് ഇവിടെ ഹോസ്റ്റലിൽ വിടുന്ന ആൾക്കാരുണ്ട് കുറേ മക്കളെ. ആ മക്കളാണെങ്കിലും പുറത്ത് പോയി ഇങ്ങനെയൊക്കെ കഴിക്കുക. ഇതൊക്കെ കുറച്ച് അന്വേഷണം വന്നു കഴിഞ്ഞാണ്ടല്ലോ കുറേ കാര്യങ്ങൾ ഒതുങ്ങും. ഫ്ലാറ്റുകളുടെ ബേസ് ചെയ്തിട്ടാണെങ്കിലും എല്ലായിടത്തും അന്വേഷണം വന്നിട്ട് എല്ലാം കുറച്ച് നേരം ആകുമ്പോൾ കുറച്ച് പേടിയുണ്ടാവും. അപ്പോൾ കുറയും. മൊത്തം തീർക്കാൻ പറ്റില്ല, കുറച്ചേരും കുറഞ്ഞ് നമുക്ക് കിട്ടില്ലേ? അത്രയേ ഉള്ളൂ. വേറെ